ഹലോ ഗൈസ്, എന്റെ പേര് ദേവിക. എന്റെ പേര് അന്നമ്മ. അപ്പൊ ഞങ്ങള് പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരെയാണ്. വരുന്ന വഴിക്ക് ആലോചിച്ചു എന്തുകൊണ്ടൊരു വ്ലോഗ് എടുത്തൂടാ. അങ്ങനെ ഞങ്ങൾ കുറെ ചിന്തിച്ചപ്പം ഒരു ടോപ്പിക് കിട്ടി. എല്ലാരും എടുക്കുന്ന ടോപ്പിക്കിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫേമസ് ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടാലോ? അപ്പൊ നമുക്കൊരു കഥയിലോട്ട് പോയാലോ? പണ്ട് നമ്മളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകർ, കുറെ അധികം അധ്യാപകര് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ടവരായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഇന്നും വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന നല്ലൊരു അധ്യാപിക ഉണ്ടായിരുന്നു, നമ്മുടെയൊക്കെ സ്വന്തം സരസ്വതി അമ്മ ടീച്ചർ. പക്ഷെ അധികകാലം കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ സരസ്വതി അമ്മ ടീച്ചറിന്റെ ആരോഗ്യം അനുവദിച്ചില്ല. തന്റെ 44-ാമത്തെ വയസ്സിൽ ഒരു മാരക രോഗമായ ഡയബറ്റിക്സിന് സരസ്വതി അമ്മ ടീച്ചർ കീഴടങ്ങേണ്ടി വന്നു. ആ സരസ്വതി അമ്മ ടീച്ചറിന്റെ ഓർമ്മയിൽ 1992 ഒരു ഒറ്റമുറി ക്ലിനിക്സ് തുടങ്ങി. പിന്നീട് അവിടുന്ന് 1994 1000 സ്ക്വയർ ഫീറ്റ് അടങ്ങിയ ഒരു ചെറിയ കെട്ടിടത്തിലേക്ക് മാറുകയും അവിടെ കാഷ്വാലിറ്റി, കാർഡിയോളജി പോലുള്ള പല ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ നീണ്ട കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അതായത് 2005 23,000 സ്ക്വയർ ഫീറ്റ് അടങ്ങിയ 2 നില കെട്ടിടത്തിലേക്ക് മാറുകയും അത് മുന്നോട്ട് വളരുകയും ചെയ്തു. അങ്ങനെ 2018 സരസ്വതി അമ്മ ടീച്ചറിനെ കീഴടക്കിയ മാരക രോഗമായ ഡയബറ്റീസിനെതിരെ ഡയബറ്റിക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഈ ആശുപത്രി വളർന്നു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ട്രിവാൻഡ്രം പാറശാലയിലെ സരസ്വതി ഹോസ്പിറ്റൽ. ഡോക്ടർ എസ് കെ അജയകുമാറിന്റെ, ഡോക്ടർ ബിന്ദു അജയകുമാറിന്റെയും നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം അവിടെ ലഭ്യമാണ്. ഡയബറ്റീസിന് മാത്രമല്ല അവിടെ ചികിത്സ നൽകുന്നത്. 24 മണിക്കൂർ കാഷ്വാലിറ്റി, OP, ജനറൽ മെഡിസിൻ, ബേരിയാട്രിക് സർജറി, ഗൈനക്കോളജി, പീഡിയാട്രിക്, കാർഡിയോളജി തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ചികിത്സ ലഭ്യമാണ്. എല്ലാരും കഥയൊക്കെ കേട്ട് മടുത്തു കാണും അല്ലേ? എന്നാ ശരി, ഞങ്ങൾ പോയേക്കുവാ.